പേര് അസ്ന. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് സ്വദേശം. ഇഗ്നോയിൽ MSc മാത്തമാറ്റിക്സിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ഞാൻ MES കല്ലടി കോളേജിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പോൾ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ആയിട്ട് ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോൾ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അന്ന് അത്ര കോൺഫിഡൻസ് കിട്ടിയില്ല. ചെറിയ മോളെ വെച്ചിട്ട് മാത്സ് പോലൊരു സബ്ജക്ട് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചിരുന്നവരൊക്കെ ഡിഗ്രിക്ക് ശേഷം PG എടുത്തവർ PG കഴിഞ്ഞ് BEd ജോയിൻ ചെയ്തു. BEd എടുത്തിരുന്നവർ BEd കഴിഞ്ഞ് PGക്ക് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തു. ഞാനിപ്പോഴും ഡിഗ്രിയിൽ സ്റ്റക്കായി നിൽക്കുക. അപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിലാണ് PGക്ക് ജോയിൻ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ എനിക്ക് ചെറിയ മോളെ വെച്ചിട്ട് റെഗുലറായിട്ട് പോയി പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തു. ഇഗ്നോ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഈ വീട്ടിലിരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുമോ എന്നുള്ളതും ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുമോ എന്നുള്ളതും എനിക്ക് ഭയങ്കര ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ലേൺവൈസിനെ പറ്റി അറിഞ്ഞത്. ലേൺവൈസിന്റെ ഫാക്കൽറ്റിയായിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ലേൺവൈസിൽ ജോയിൻ ചെയ്തത്. വിത്തൗട്ട് മെന്റർഷിപ്പ് ആയിരുന്നു ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. ഫാക്കൽറ്റിന്റെ നിർബന്ധപ്രകാരമാണ് വിത്ത് മെന്റർഷിപ്പ് എടുത്തത്. ബട്ട് ഇറ്റ്സ് വർത്ത്. മെന്റർഷിപ്പ് എടുത്തത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മെസ്സേജ് അയക്കാം. നമുക്ക് ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. നമ്മുടെ എന്ത് ചെറിയ ഡൗട്ടാണെങ്കിലും എത്ര വട്ടം എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ മെന്റേഴ്സ് റെഡിയാണ്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 1-to-1 കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു മടിയും കൂടാതെ നമ്മുടെ എന്ത് ചെറിയ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേൺവൈസ് പ്രൊവൈഡ് ചെയ്ത ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു ലോങ് സെക്ഷൻ ആയിരുന്നു. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ റെഗുലറായിട്ട് പഠിക്കുന്ന സമയത്തൊന്നും ഇത്ര ഒരു ലോങ് സെക്ഷൻ ഓറിയന്റേഷനിൽ കിട്ടാറില്ല. ജസ്റ്റ് സിലബസ് ഡീകോഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാത്രമാണ് ഉണ്ടാവാറ്. ഇത് സിലബസ് ഡീകോഡിങ്ങും കാര്യങ്ങളും യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ സ്റ്റഡി പ്ലാൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് PGക്ക് ശേഷം BEd ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു PG എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു PG ചെയ്യണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലേൺവൈസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ ഇത്രയും മെറ്റീരിയൽസും ഇത്രയും നല്ല ക്ലാസ്സും നമുക്ക് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒരു PGയിൽ ഒതുങ്ങിയാൽ പോരാ, എനിക്ക് ഇതിലേറെ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനുശേഷം BEd ഇൻഷാ അല്ലാഹ് ചെയ്യണം. അതുപോലെ തന്നെ നെറ്റും ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്.